ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതുകൊണ്ടല്ലേ ഞാനൊന്ന് പോരണ്ടെന്ന് പറഞ്ഞത്. അപ്പ കേട്ടില്ലല്ലോ. ഒരു കാര്യം ചെയ്, മോളെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നാക്കാം. അവിടെ ഇരുന്നോ. അവിടെ ആവുമ്പോ അമ്മയും സുനന്ദയൊക്കെ ഉണ്ടല്ലോ. അയ്യോ വേണ്ട ഗോപാലമാമ, അവിടെ ഇരുന്നാലൊന്നും ശരിയാവില്ല. പൊയ്ക്കോ മോളെ. ഞാൻ വൈകിപ്പോയോ മാഡം? വൈകിട്ടൊന്നുമില്ല. സുനന്ദ, കൃഷ്ണ വീട്ടിൽ തന്നെ ഉണ്ടോ? എങ്ങനെയാ, അവളുടെ വിഷമൊക്കെ കുറച്ചെങ്കിലും മാറിയോ? അമ്മയുടെ അടുത്ത് നിൽക്കുമ്പോ മാറുമായിരിക്കും അല്ലേ? അവളുടെ സങ്കടമൊന്നും മാറിയിട്ടില്ല മാഡം. അടുത്തിരുന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോണ്ടിരുന്ന ചിലപ്പോ ഒന്നും മൂളും, അത്രേ ഉള്ളൂ. ഒറ്റയ്ക്ക് വിട്ട കരച്ചിലോട് കരച്ചില്ല. എന്തെങ്കിലും കൊടുത്താ കഴിക്കണ്ടേ, അതുമില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. ജീവിതത്തില് വല്ലാത്തൊരു അടിയല്ലേ കിട്ടിയേ. ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. സുനന്ദ പൊക്കോളൂ. കളരിക്ക് ചെന്നിട്ട് ഗാതമോളുടെ വിശേഷം എന്തൊക്കെയുണ്ട് മാഡം? അവള് സുഖമായിട്ടിരിക്കുന്നു. അല്ല മാഡം, എന്റെ ഒരു സംശയം ചോദിച്ചോട്ടെ? എന്താ? അത് കുറെ കാലത്തിന് ശേഷം ഗാതമോളും നവീൻ സാറും ഒന്നിച്ച് ജീവിക്കാൻ പോവല്ലേ? അപ്പോ അതിനെന്തെങ്കിലും ശുഭമുഹൂർത്തം നോക്കുന്ന ചടങ്ങൊക്കെ കാണുമായിരിക്കുമല്ലോ. അല്ല, അത് നോക്കാതെ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങില്ലല്ലോ. സുനന്ദയ്ക്ക് എന്തൊക്കെയാണ് അറിയേണ്ടത്? അല്ല മാഡം, ഞാനൊരു കാര്യം ചോദിച്ചു, അതിന്റെ മറുപടി സുനന്ദ പറയുകയും ചെയ്തു. അല്ലാതുള്ള കാര്യങ്ങളൊന്നും സുനന്ദ അന്വേഷിക്കുന്നതിനോട് എനിക്ക് അത്ര താല്പര്യമില്ല. പോയി ജോലി എന്താ ചെയ്യാൻ നോക്ക്. നിക്ക. കൃഷ്ണയുടെ കാര്യങ്ങൾ ഞാൻ അന്വേഷിക്കുന്നതും താല്പര്യം കാണിക്കുന്നതൊക്കെ എല്ലാവരോടും കൊട്ടിഘോഷിക്കാനായിട്ടൊന്നും നിക്കണ്ട. നിന്റെ നാവറിയാവുന്നോണ്ടാ ഞാൻ ഈ പറയുന്നേ. പോയിക്കോ. നാളെ എന്തായാലും അവർ അവൈലബിൾ ആവല്ലോ അല്ലേ? പറഞ്ഞ സമയത്ത് തന്നെ നമുക്ക് മീറ്റിംഗ് ഫിക്സ് ചെയ്യാം. ഡീറ്റെയിൽസ് മാണിക്കുഞ്ഞിന് അയച്ചാൽ മതി. ബാക്കി ഞാൻ മെയിൽ ഡ്രാഫ്റ്റ് ചെയ്തോളാം. ഓക്കെ, ബൈ. നവീൻ, എന്റെ രൂപ ഇപ്പൊ പാമ്പിനെ പോലൊന്നും അല്ലല്ലോ. എടോ, എന്ത് പണിയാടോ കാണിച്ചത്? താനെന്നല്ല എന്നെ കണ്ടിട്ട് പേടിച്ച് നിലവിളിച്ചളഞ്ഞല്ലോ. എന്ത് ചെയ്യണം നവീൻ? ഞാനേ ഇന്നലെ അത്രയ്ക്ക് പേടിച്ചുപോയി. മാണിക്കുഞ്ഞ് ഇന്നലെ എന്നോട് ചോദിച്ചു, ഇത്രയും വലിയ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് കൺമുന്നിൽ വന്ന ദിവ്യനാഥത്തിന് മുന്നിൽ ഒരു പേടിയില്ലാതിരുന്ന ഗാഥാ മേഡത്തിന് എന്താ ഇങ്ങനെ സംഭവിച്ചെന്ന്. ആ സംശയം എനിക്കുണ്ട്. താനെന്നലെ കാണിച്ചത് വെറും പേടിയല്ല, വയലൻസ് തന്നെയായിരുന്നു. സോറി നവീൻ, ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോ ഉള്ളിന്റെ ഉള്ളില് അതിശക്തമായൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഈ കർമ്മത്തോടെ ശാപങ്ങളൊക്കെ തീരും, അത് കഴിഞ്ഞാ നവീന്റെ കൂടെ പൂർണ്ണമായി ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാന്നൊക്കെ. പക്ഷേ എല്ലാം മാറി മറിഞ്ഞപ്പോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അതാ സംഭവിച്ചേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താടോ? നമുക്ക് രണ്ടുപേർക്കും ഈ വീട്ടിൽ നിന്ന് മാറി താമസിച്ചാലോ? താൻ എന്താ ഈ പറയുന്നത്? നമുക്ക് രണ്ടുപേർക്ക് ഈ വീട്ടിൽ നിന്ന് മാറി താമസിച്ചാലോന്ന്. ഗാഥ, എല്ലായ്പ്പോഴും തറവാട്ടില് എല്ലാവരോടും കൂടി തന്നെ ജീവിക്കണമെന്ന് എന്നോട് പറഞ്ഞിരുന്ന ആളല്ലേ താൻ? രണ്ടുപേരും മാത്രമായിട്ട് എവിടെയെങ്കിലും പോയി താമസിച്ച ചുറ്റും ആളില്ലാതെ ശ്വാസം മുട്ടി മരിക്കുന്നത് പോലെ തോന്നുമെന്ന് താൻ എന്നോട് പറഞ്ഞതല്ലേ? അതെ, അന്നങ്ങനെ പറഞ്ഞു എന്നുള്ളതൊക്കെ സത്യമാണ്. പക്ഷെ ബെഡ്റൂമിൽ വന്ന നാഗത്തിനെ നവീനും കണ്ടതല്ലേ? അതിന്റെ അർത്ഥം ഒന്നുകിൽ പൂജ ഫലിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പൊ ഉള്ളതിനേക്കാളും വലിയ നാഗശാപം കളരിക്കലുണ്ടെന്നല്ലേ? എടോ, അങ്ങനെയൊന്നും ആയിരിക്കില്ല. സാധാരണ ചില വീടുകളിലൊക്കെ പാമ്പഴിഞ്ഞ് കയറാറില്ലേ? അങ്ങനെയാവാം. പിന്നെ നമ്മൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ നിൽക്കുന്നതുകൊണ്ട്
ചിലപ്പോൾ നമുക്കങ്ങനെ തോന്നുന്നായിരിക്കാം. നോ നോ നവീൻ, എനിക്ക് വീട്ടിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗാഥ, ഇവരെയൊക്കെ വിട്ട് നമുക്ക് ഒരിടത്തും പോകാൻ പറ്റത്തില്ല. നമ്മൾ ഇത്രയും സ്നേഹിക്കുന്ന ആളുകളെ നമ്മൾ വേറെ എവിടെ കണ്ടെത്തും? താൻ പറഞ്ഞേ. താൻ മനസ്സൊന്ന് ഫ്രഷ് ആക്കിയാൽ മതി. എന്നിട്ട് ഇന്നലത്തെ സംഭവമൊക്കെ അങ്ങ് മാച്ചുകളെ. എടോ, നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാനും പറയാനൊക്കെ ഇല്ലേ? പ്ലീസ് ഗാഥ. ശരി, സമ്മതിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞ കാര്യം നവീനൊന്ന് ആലോചിക്കണം. ഇവിടുന്ന് പോകുന്നത് ഇതെന്തു പറ്റി ഇയാൾക്ക്? മൊത്തത്തിലൊരു മാറ്റം വന്ന പോലെ. പെട്ടെന്ന് ഒരാള് മറ്റൊരാളുടെ രീതിയിലേക്കും ഭാവത്തിലേക്കും ഒക്കെ മാറുന്നു. ഐ കാൻ't അണ്ടർസ്റ്റാൻഡ്. മോളെ, എന്തു പറ്റി മോളെ? ഈ നേരം വരെ ഒരു കുഴപ്പമില്ലാതെ എന്റെ കൂടെ നടന്നിരുന്നാണല്ലോ. ഒന്നുമില്ല, വെറുതെ എന്തോ ആലോചിച്ച്. ഇതുകൊണ്ടല്ലേ ഞാനൊന്ന് പോരണ്ടെന്ന് പറഞ്ഞത്. അപ്പ കേട്ടില്ലല്ലോ. ഒരു കാര്യം ചെയ്, മോളെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നാക്കാം. അവിടെ ഇരുന്നോ. അവിടെ ആകുമ്പോ അമ്മയും സുനന്ദയൊക്കെ ഉണ്ടല്ലോ. അയ്യോ വേണ്ട ഗോപാലമാമ, അവിടെ ഇരുന്നാലൊന്നും ശരിയാവില്ല. പൊയ്ക്കോ മോളെ. സത്യം പറഞ്ഞ ഇത്രയും മനപ്രയാസം കൊണ്ട് നടക്കുന്ന നീ ജോലി ചെയ്യുന്ന കാണുമ്പോ സങ്കടം വരിക. ജോലി ചെയ്യുന്ന ആർക്കും മനപ്രയാസമില്ലാത്ത ഗോപാലമാമയ്ക്കില്ലേ? നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന എല്ലാവർക്കും ഉണ്ട്. നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ വലുതാ, അവർക്ക് അവരുടെ പ്രശ്നങ്ങളും. അത്രയേ ഉള്ളൂ. എന്തൊരു ഉത്സാഹം ഉണ്ടായിരുന്ന കുട്ടിയാ നീ. ഈ ആപത്തില് ഞാനാ കൊണ്ടുപോയി ചാടിച്ചത്. ഏയ്, ഗോപാലമാമ എന്തിനാ സ്വയം കുറ്റപ്പെടുത്തുന്നേ? ആ നേരത്ത് ഗോപാലമാമ ചെയ്തെന്ന സഹായം ഈ ലോകത്ത് വേറെ ആർക്കാ ചെയ്യാൻ പറ്റുന്നേ? അന്നേ ആ കാശ് കിട്ടിയില്ലായിരുന്നെങ്കിൽ എന്റെ അമ്മ ഇപ്പൊ ജീവനോടെ ഉണ്ടാവുമായിരുന്നോ? ജീവിതത്തില് വലിയ വലിയ നേട്ടങ്ങളൊന്നും നേടിയിട്ടില്ലെങ്കിലും അമ്മയുടെ ജീവൻ തിരിച്ചു കിട്ടിയെന്നുള്ളത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വിലമതിക്കാനാവാത്തൊരു നേട്ടാ. അതിന്റെ കാരണം ഗോപാലമാമനല്ലേ, സിത്താരമ്മയുടെ അല്ലേ? അതുകൊണ്ട് അക്കാര്യത്തിൽ എനിക്കൊരു വിഷമം തോന്നുന്നില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചില ഓർമ്മകൾ വന്നിങ്ങനെ നെഞ്ചിൽ കുത്തും. അത് കുറച്ചു കഴിയുമ്പോ ശരിയായിക്കോളും.